മൂകാംബികയിലെ അടച്ചിട്ട ഹോട്ടൽ മുറിയിൽ ദുരൂഹമായ സാഹചര്യങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന അജയൻ. മാസങ്ങൾക്ക് ശേഷം അതേ ഹോട്ടൽ മുറിയിൽ താമസിക്കാനായെത്തുന്ന സായി ആ മരണത്തിന് പിന്നിലെ നിഗൂഢത കണ്ടെത്തുന്നതിന് വേണ്ടി ഏതോ അജ്ഞാത ശക്തിയാൽ ആകർഷിക്കപ്പെടുന്നു. ഒരു ട്രാവൽ വ്ലോഗറായ സായി ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണി തന്റെ ചാനലിന് കൊണ്ടുവരാൻ പോകുന്ന റീച്ച്, ഫെയിം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു സസ്പെൻസ് കണ്ടെത്തുന്നതിനായി ഇറങ്ങിത്തിരിക്കുന്നു. ഇരുൾ നിറഞ്ഞ വഴികളിലൂടെയുള്ള ഈ അന്വേഷണ യാത്ര ഏതെങ്കിലും അപകടത്തിലേക്കാകുമോ സായിയെ കൊണ്ടെത്തിക്കുക? ഒരു സസ്പെൻസ് ഹൊറർ മിസ്റ്ററി ടച്ചിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ശ്രീ പാർവതിയുടെ 301 നമ്പർ മുറിയിലെ മരണം. ശ്രീ പാർവതിയുടെ മറ്റ് ത്രില്ലർ പുസ്തകങ്ങളെല്ലാം വളരെയധികം ഇഷ്ടമായ ഒരു വായനക്കാരി എന്നുള്ള നിലയിൽ ഈ പുസ്തകത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ പുസ്തകം എനിക്കത്ര വർക്കായില്ല. അജയന്റെ മരണകാരണവും സായിയുടെ അന്വേഷണ വഴികളുമൊക്കെ ലോജിക്കലി കണക്ട് ആവാത്തതുപോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഈ കാലഘട്ടത്തിലും തുടരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയാണ് പുസ്തകം പറയുന്നതെങ്കിൽ പോലും എനിക്കെന്തോ അത്ര തൃപ്തികരമായിട്ട് അനുഭവപ്പെട്ടില്ല. ബിഗിനേഴ്സിന് ധൈര്യമായിട്ട് ഈ പുസ്തകം ചൂസ് ചെയ്യാം. കാരണം വളരെ ലളിതമായ ഭാഷയിൽ ചുരുങ്ങിയ പേജുകളിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഈ പുസ്തകം സെലക്ട് ചെയ്യാവുന്നതാണ്. എങ്കിലും വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് ഈ പുസ്തകം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ നിരാശിതരാകാൻ സാധ്യതയുണ്ട്.